വാഹനാപകടമുണ്ടായ സംഭവത്തിൽ മാനസികമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് ആരോപിച്ച് എളമക്കര പോലീസിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി വയോധികൻ. ആലുവ അമ്പാട്ടുകാവ് കുടിലിൽ ഹൗസിൽ KN പങ്കജാക്ഷനാണ് കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയ്ക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ 28 ശനിയാഴ്ച ദേശീയപാതയിൽ ഇടപ്പള്ളി ജംഗ്ഷന് സമീപം താൻ സഞ്ചരിച്ചിരുന്ന എയ്സ് സൂപ്പർ ക്യാരി വാഹനത്തിൽ ആഡംബര വോൾവോ കാർ വന്നിടിച്ചതിനെ തുടർന്ന് എളമക്കര പോലീസ് എത്തി തന്റെ വാഹനവും തന്നെയും കസ്റ്റഡിയിലെടുക്കുമായിരുന്നുവെന്നും അപകടമുണ്ടാക്കിയ വാഹനവും അതിലുണ്ടായിരുന്നവരെയും വിട്ടയക്കുകയും ചെയ്തെന്നും ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളും 67 വയസ്സ് പ്രായമുള്ള തന്നെ സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും കടുത്ത പ്രമേയ രോഗിയായതിനാൽ ലഘുഭക്ഷണം പോലും കഴിക്കാൻ അനുവാദം തരാതെ മാനസികമായി പീഡിപ്പിക്കുകയും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും പങ്കജാക്ഷൻ പറഞ്ഞു. DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ഉൾപ്പെടെ പരാതി നൽകുമെന്നും പങ്കജാക്ഷൻ പറഞ്ഞു. വൈറ്റില ഭാഗത്തുനിന്ന് ആലുവ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 28-ാം തീയതി ശനിയാഴ്ച എടപ്പള്ളി പള്ളിയുടെ കപ്പോള കഴിഞ്ഞ് നീങ്ങുന്ന സമയത്ത് എൻ്റെ വണ്ടിയുമ്മ ഒരു വോൾവോ കാറ് ടയർ പഞ്ചറായി വന്ന് ഇടിക്കുകയുണ്ടായത്. അത് കഴിഞ്ഞ് എളമക്കര പോലീസ് ഇടപെട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വണ്ടി സ്റ്റേഷനിലോട്ട് കൊണ്ടുവരാതെ കൊണ്ട് തന്നെ എൻ്റെ വണ്ടി സ്റ്റേഷനിൽ പിടിച്ചിട്ട് എനിക്കെതിരെ കേസ് എടുത്തുകൊണ്ട് എന്നെ ഇവിടെ വൈകുന്നേരം വരെ ഒരു 4-5 മണിക്കൂർ എന്നെ ഇവിടെ പിടിച്ചിരുത്തി. വെള്ളം കുടിക്കാൻ പോലും സമ്മതിച്ചില്ല. ഭക്ഷണം കഴിക്കാൻ, ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. എനിക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും എന്നെ അനുവദിച്ചില്ല. അവർ എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, ഈ വണ്ടിക്ക് എത്ര വില കിട്ടും, ഈ സ്ഥലവും ഈ വണ്ടിയും കൂടി വിറ്റ് കഴിഞ്ഞാൽ ഈ കാറിന് വില കൊടുക്കാൻ പറ്റുമോ നിനക്ക്, അങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് ഷൗട്ട് ചെയ്താണ് സംസാരിച്ചത്. എന്നെ ഭയങ്കരമായിട്ട് മാനസികമായി പീഡിപ്പിക്കുകയും 5 മണിക്കൂറോളം ഇവിടെ പിടിച്ചിരുത്തി, എന്നെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തി. വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കാതെ ഉണ്ട്. ഇപ്പം എൻ്റെ വണ്ടിക്കെതിരെ കേസ് എടുത്തേക്കാണ്. എൻ്റെ മകൻ്റെ ഭാര്യയുടെ പിതാവാണ് ഇദ്ദേഹം എന്നെ വിളിച്ചു, എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്, എന്നെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നമ്പർ കളക്ട് ചെയ്ത് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ എടുത്ത ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു CI വന്നിട്ടേ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. CI ഇവിടെ പോയിരിക്കുകയെന്ന് ചോദിച്ചപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ്. എന്താ CIയുടെ നമ്പർ എന്ന് താ, അദ്ദേഹമായിട്ട് ബന്ധപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞ് കുറേ നേരം നിർത്തിയിട്ട് വിളിച്ചിട്ട് പറഞ്ഞ് CI വന്നു കഴിയുമ്പോൾ വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ കാത്ത് ഒരു വിളിയും വന്നില്ല. അതിനെ തുടർന്ന് ഞാനൊരു വക്കീലിനെ കൊണ്ട് ഇവിടെ വിളിപ്പിച്ചു. അദ്ദേഹത്തോടും പറഞ്ഞു CI വരുമ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ല. പിന്നെ എന്താണ് വിവരം എന്നറിയാനായിട്ട് സുഖമില്ലാത്ത മനുഷ്യനായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എൻ്റെ മകനെയും കൂട്ടി കാറിൽ ഞങ്ങൾ പൊതുപ്രവർത്തകനെ കൂട്ടി ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തെ ഇട്ട് ചാടിക്കുന്ന രംഗമാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനായിട്ട് എന്നെ അനുവദിച്ചിട്ടില്ല എന്ന്. വളരെ റഫായിട്ടാണ് ഈ CI പെരുമാറിയത്. ഇദ്ദേഹത്തിൻ്റെ പ്രായത്തെ അദ്ദേഹം ഒരു സുഖമില്ലാത്ത മനുഷ്യനാണെന്നൊക്കെ അഡ്വാൻസ് പറഞ്ഞതാണ്. എന്നിട്ട് പോലും വളരെ റഫായിട്ടാണ് ഈ CI പെരുമാറിയത്. അതിൽ ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്.